ഈ വേൾഡ് കപ്പിൽ ഒരു ഉടായ്പും നടക്കില്ല. അത്രയധികം AI ടെക്നോളജിയാണ് ഫിഫ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തേതാണ് AI ബേസ്ഡ് ഓഫ് സൈഡ് സിസ്റ്റം. ഗ്രൗണ്ടിന് ചുറ്റുമുള്ള ഹൈ സ്പീഡ് ക്യാമറകൾ ഉപയോഗിച്ച് കളിക്കാരുടെ ഓരോ സെക്കൻഡിലുള്ള മൂവ്മെൻറ്റും ട്രാക്ക് ചെയ്യുന്നു. ഈ ഡാറ്റ ഉപയോഗിച്ചിട്ട് അവതാസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതുകൂടാതെ ഫുട്ബോളിനുള്ളിലെ സെൻസിറ്റീവ് ഡാറ്റയും ഉപയോഗിച്ച് ഇത് രണ്ടും സംയോജിച്ചതിന് ശേഷമാണ് ഓഫ് സൈഡ് തീരുമാനങ്ങൾ അനലൈസ് ചെയ്യുന്നത്. ഈ റിസൾട്ട് വളരെ ഫാസ്റ്റ് ആയിരിക്കും, പിന്നെ എറർ ഫ്രീ ആയിരിക്കും. അടുത്ത ടെക്നോളജിയാണ് റഫറി ക്യാമറ. ഇത് നമ്മുടെ കളി കാണുന്ന രീതി തന്നെ മാറ്റിമറിക്കാൻ ചാൻസ് ഉള്ള ടെക്നോളജിയാണ്. റഫറിയുടെ ഹെഡ്സെറ്റിൽ ഒരു ലൈറ്റ് വെയിറ്റ് ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ കളി ലൈവായിട്ട് റെക്കോർഡ് ചെയ്യും. ഈ ഡാറ്റ നമുക്കും കാണാൻ കഴിയും. അതായത് റഫറി എങ്ങനെയാണോ കളി കാണുന്നത് അതേപോലെ നമുക്കും കളി കാണാൻ കഴിയും. അടുത്താണ് ഫുട്ബോൾ AI Pro. ഇത് ടോട്ടൽ ഗെയിമിൻ്റെയും പ്ലേയേഴ്സിൻ്റെയും കംപ്ലീറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് റെക്കോർഡ് ചെയ്യും. അതിനുശേഷം ഇത് കോച്ചസിന് കൊടുക്കും. കോച്ചസിന് സ്വന്തം ടീമിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അതുകൂടാതെ എതിർ ടീമിൻ്റെ ഡാറ്റാസും കളക്ട് ചെയ്യാൻ കഴിയും. ഇതോടുകൂടി പുതിയ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അടുത്താണ് AI ബ്രോഡ്കാസ്റ്റിംഗ്. അതായത് നേരിട്ട് കളി കാണുന്നതും TV-യിൽ കാണുന്നതും തമ്മിൽ വെറും 5 സെക്കൻഡിൽ താഴെ മാത്രമാണ് ഡിലേ ഉണ്ടായിരിക്കുള്ളൂ. കമ്പാരിറ്റീവ്ലി ഇത് വളരെ വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. സോ ഈ ടെക്നോളജി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉടായ്പകളൊന്നും തന്നെ ഈ വേൾഡ് കപ്പിൽ നടക്കില്ല. ഇത് ഏത് ടീമിനായിരിക്കും കൂടുതലായിട്ട് ബാധിക്കുക? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ.